സ്റ്റീഫൻ ഹോക്കിംഗ് ഓർമ്മയായി. വിഖ്യാത ഭൗതിക ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ് അന്തരിച്ചു. നൂറ്റാണ്ടിലേറെ കാലം ലോകത്തെ അത്ഭുതപ്പെടുത്തിയും പ്രചോദിപ്പിച്ചും ജീവിച്ച ഹോക്കിങ്ങിന്റെ മരണം ഇന്ന് പുലർച്ചെ കുടുംബമാണ് സ്ഥിരീകരിച്ചത്. കേംബ്രിഡ്ജിലെ വീട്ടിൽ വെച്ചായിരുന്നു 76-കാരനായ ഹോക്കിങ്ങിന്റെ മരണം. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് കിരൺ ബാബു ചേരുന്നു. കിരൺ ബാബു, ആൽബർട്ട് ഐൻസ്റ്റീനൊപ്പം ആദരിക്കപ്പെടേണ്ട ഒരു വലിയ ശാസ്ത്രജ്ഞന്റെ വിടവാണ് ഇനി ലോകത്തിന് ഉണ്ടാകാൻ പോകുന്നത്. അദ്ദേഹത്തെ ഏത് രീതിയിലാണ് ഇനി ശാസ്ത്രലോകം ഓർമ്മിക്കുക? എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം? 20-ാം നൂറ്റാണ്ടിനെ തന്നെ മാറ്റിമറിച്ച ആൽബർട്ട് ഐൻസ്റ്റീനു ശേഷം ലോകത്തെ ശാസ്ത്ര പ്രതിഭ കൊണ്ട് വിസ്മയിപ്പിച്ച സ്റ്റീഫൻ ഹോക്കിംഗ് ഇന്ന് രാവിലെയാണ് അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ കുടുംബം കേംബ്രിഡ്ജിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെയാണ് ഈ മരണം സ്ഥിരീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണത്തെ സംബന്ധിച്ച് എത്രയോ പതിറ്റാണ്ടുകളായി നിരവധി തവണ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. അതിനെല്ലാം ഒടുവിലാണ് ഇന്ന് രാവിലെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന ശാസ്ത്ര രംഗത്ത് മാത്രമല്ല, ശാസ്ത്രരംഗത്തെ തൻ്റെ അത്ഭുത പ്രതിഭ കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിക്കുകയും അതോടൊപ്പം തന്നെ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകൾ കൂടി എടുത്തുകൊണ്ട് ഈ പുതിയ നൂറ്റാണ്ടിലെ രാഷ്ട്രീയ വിഷയങ്ങൾ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകൾ കൂടി എടുത്ത ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. ഇറാഖ് യുദ്ധത്തെ യുദ്ധക്കുറ്റം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ആണവ നിരായുധീകരണത്തിന് വേണ്ടി ശക്തമായി വാദിച്ച ഒരു ശാസ്ത്രജ്ഞൻ കൂടിയാണ് അദ്ദേഹം. തമോഗർത്തങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനങ്ങളാണ് അദ്ദേഹത്തെ വിഖ്യാതനാക്കിയത്. അതോടൊപ്പം തന്നെ ഈ ലോകത്തെ ശാസ്ത്രത്തെ പ്രചോദിപ്പിക്കുന്നതോടൊപ്പം തന്നെ വൈകല്യമുള്ളവരെ ലോകത്തെ ആകെ പ്രചോദിപ്പിക്കുന്ന ഒരു ജീവിതം കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. 22-ാം വയസ്സിലാണ് ശരീരത്തിൻ്റെ മസിലുകൾ തളർന്നു പോകുന്ന രോഗം അദ്ദേഹത്തെ ബാധിച്ചത്. ഈ ഗുരുതരമായ രോഗം ബാധിക്കുമ്പോൾ 2-3 വർഷത്തിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം അന്ന് ഡോക്ടർമാർ കൽപ്പിച്ചിരുന്നില്ല. പിന്നീടും പലതവണ നോക്കിയ മെഡിക്കൽ സംഘമടക്കം അദ്ദേഹത്തിന് അധികകാലം ആയുസ് കൽപ്പിച്ചിരുന്നില്ല. ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഭൗതിക ശാസ്ത്രരംഗത്തെ ശാസ്ത്ര രഹസ്യങ്ങൾ തേടിയുള്ള അദ്ദേഹത്തിൻ്റെ ഗവേഷണ ബുദ്ധി ഉണർന്നത്. തൻ്റെ ഐൻസ്റ്റീന് ശേഷം ഐൻസ്റ്റീനോളം തന്നെ ഐക്യമുള്ള മറ്റൊരാളെ ലോകം ഇന്ന് കണ്ടെത്തിയിട്ടുള്ളൂ. അത് സ്റ്റീഫൻ ഹോക്കിംഗ് ആണ്. ഐൻസ്റ്റീനോളം തന്നെ സ്റ്റീഫൻ ഹോക്കിങ്ങിനും ഐക്യു നിലവാരം ഉണ്ടായിരുന്നു എന്നാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത്. ഐൻസ്റ്റീനെ കുറിച്ച് ഏറ്റവും വിശദമായ പഠനങ്ങൾ നടത്തിയതും ഐൻസ്റ്റീൻ്റെ ശാസ്ത്ര തത്വങ്ങളുടെ വിശദീകരണം നൽകിയതും അദ്ദേഹമാണ്. ഐൻസ്റ്റീനെ കുറിച്ചുള്ള ഏറ്റവും ഒരു വിഖ്യാതമായ അദ്ദേഹത്തിൻ്റെ ഒരു പ്രബന്ധത്തിൽ അദ്ദേഹം പറയുന്നത് 20-ാം നൂറ്റാണ്ടാണ് മാനവരാശിയുടെ ഇന്നോളമുള്ള ചരിത്രത്തിൽ ഏറ്റവും വിപ്ലവാത്മകമായ മാറ്റങ്ങൾ സംഭവിച്ചത് 20-ാം നൂറ്റാണ്ടിലാണ്. അതിന് സാമ്പത്തികമോ രാഷ്ട്രീയമായ ഏതെങ്കിലും കാരണങ്ങളല്ല ഉണ്ടായിരുന്നത്. അതിൻ്റെ കാരണം സാങ്കേതിക വിദ്യയായിരുന്നു. ഈ സാങ്കേതിക വിദ്യയാണ് ഈ 20-ാം നൂറ്റാണ്ടിനെ ലോകത്തെ മറ്റേ മുഴുവൻ നൂറ്റാണ്ടുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും ലോകത്തെ മാറ്റിമറിച്ചതും. ഈ സാങ്കേതിക വിദ്യയുടെ ഒരു മുഖ്യ പ്രയോക്താവായിരുന്നു ഐൻസ്റ്റീൻ എന്നാണ് അദ്ദേഹം ഐൻസ്റ്റീനെ വിശേഷിപ്പിക്കുന്നത്. ഒട്ടേറെ തവണ അദ്ദേഹത്തിൻ്റെ മരണം ഈ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ മസിലുകൾ പൂർണ്ണമായും തളർന്നു പോവുകയും നാഡീരോഗം ബന്ധിച്ച് മസിലുകൾ പൂർണ്ണമായി തളർന്നു പോയി ശരീരത്തിൻ്റെ ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്തൊരു മനുഷ്യനാണ് അദ്ദേഹം. സ്പീച്ച് സിന്തസിസ് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. കമ്പ്യൂട്ടർ അദ്ദേഹം സംസാരിക്കുന്ന അതും അവ്യക്തമായ ഒരു ഭാഷയിലാണ്. അവ്യക്തമായ ഒരു ഭാഷയിൽ അദ്ദേഹം സംസാരിക്കുന്നത് കമ്പ്യൂട്ടറുകൾ പിടിച്ചെടുത്തുകൊണ്ട് അത് വാക്കായി മാറ്റിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രബന്ധങ്ങളടക്കം വന്നത്. ഈ അടുത്ത കാലത്ത് കേംബ്രിഡ്ജ് സർവകലാശാല അദ്ദേഹത്തിൻ്റെ 1996 എഴുതിയ ഒരു പ്രബന്ധം ഓപ്പൺ സോഴ്സായി പ്രസിദ്ധീകരിക്കേണ്ടായി. ആർക്കും ഈ പ്രബന്ധം ആക്സസ് ചെയ്യാൻ. ഞാൻ തിരികെ വരാം കിരൺ ബാബു. ഇപ്പോൾ ശാസ്ത്രലേഖകൻ രാജഗോപാൽ കമ്മത്തും നമുക്കൊപ്പം ചേർന്നു. ശ്രീ രാജഗോപാൽ കമ്മത്ത്, ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈമിന്റെ രചയിതാവ് ഹിസ്റ്ററിയായി ചരിത്രമായി മാറുന്നു. ലോകത്ത് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്ന നൂറ്റാണ്ടിലെ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ അത്ഭുതമായിരുന്ന സ്റ്റീഫൻ ഹോക്കിംഗ് ആണ് ഓർമ്മയാകുന്നത്. ശാസ്ത്രലോകം എങ്ങനെയായിരിക്കും അദ്ദേഹത്തെ സംഭാവനകളെ വരും നാളുകളിൽ വിലയിരുത്തുക? നമുക്ക് ആൽബർട്ട് ഐൻസ്റ്റീന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണ് ഇവിടെ പറ്റി പറഞ്ഞിരിക്കുന്നത്. പ്രപഞ്ച വിജ്ഞാനത്തിൽ അദ്ദേഹത്തിനൊപ്പം തന്നെ സംഭാവനകൾ നൽകിയ മറ്റൊരു ശാസ്ത്രജ്ഞനുമില്ല. അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ടുള്ള പരാധീനകൾ ഒട്ടും വകവയ്ക്കാതെ തന്നെ അദ്ദേഹം കഴിഞ്ഞ ഒരു 22-ാം വയസ്സ് മുതൽ ഇന്ന് അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിക്കുന്ന ദിവസം വരെ അദ്ദേഹം ശാസ്ത്രത്തിന് വേണ്ടി ശ്രമിച്ചു. കുടുംബകാര്യങ്ങൾ ഒട്ടും തന്നെ അദ്ദേഹത്തിനെ അലട്ടിയില്ല. 3 കുട്ടികളുണ്ട് അദ്ദേഹത്തിന്. അവരെല്ലാവരും 2 തവണ അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുണ്ട്. അവരെല്ലാം അദ്ദേഹത്തിന് നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയും 2ാമത്തെ ഭാര്യയും അദ്ദേഹത്തിന് നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അത് ആ രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു നല്ലൊരു കുടുംബജീവിതം, അദ്ദേഹത്തിന്റെ ശാരീരികമായ പരാധീനതകളുണ്ട്. എല്ലാ സമയവും ശാസ്ത്രത്തിന് വേണ്ടി ശാസ്ത്രത്തിന് ഒഴിഞ്ഞുവെച്ച ഒരു വളരെ മഹാമസ്തിഷ്കത്തിനുടമയായിരുന്നു അദ്ദേഹം. ഐൻസ്റ്റൈനെ പോലെ തന്നെ അല്ലെങ്കിൽ ഐൻസ്റ്റൈനൊപ്പം തന്നെ നിൽക്കുന്ന ഒരു
മഹാമസ്തിഷ്കത്തിനുടമയായിരുന്നു. പ്രപഞ്ച വിജ്ഞാനത്തിൽ അദ്ദേഹത്തിന് തുല്യമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ച മറ്റു ശാസ്ത്രജ്ഞരില്ല. അതുമാത്രമല്ല, ശാസ്ത്രത്തെ ജനകീയമാകുന്നതിൽ അദ്ദേഹം വളരെ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച ജനപ്രിയ ശാസ്ത്രകൃതിയായ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈമിന്റെ രചയിതാവാണ്. അതുമാത്രമല്ല, അനേകം ആശയങ്ങൾ മറ്റു പുസ്തകങ്ങളിൽ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, പുതിയൊരു പുസ്തകത്തിന്റെ രചനയിലുമായിരുന്നു അദ്ദേഹം. ഏറ്റവും അദ്ദേഹത്തെ മഹാനാക്കുന്നത് മറ്റു ശാസ്ത്രത്തിലെ ആശയങ്ങളെയും സ്വാംശീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങളെ വിപുലീകരിച്ചത്. അദ്ദേഹത്തിന്റെ മഹാവിസ്ഫോടനത്തെ സാധൂകരിക്കുന്ന സിംഗുലാരിറ്റി തിയറംസ് അദ്ദേഹം റോജർ പെൻറോസുമായിട്ട് അവതരിപ്പിച്ചത് ലോകത്തിലെ ഏറ്റവും മികച്ച സിദ്ധാന്തങ്ങളിൽ ഒന്നാണ്. അത് തന്നെയാണ് തീർച്ചയായും പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് നമുക്കുള്ള ഏറ്റവും നല്ല സിദ്ധാന്തം. അതുമാത്രമല്ല, ഇൻഫ്ലേഷൻ, സ്ട്രിംഗ് തിയറി, എം തിയറി തുടങ്ങിയിട്ടുള്ള മൾട്ടിപ്പിൾ ഡയമെൻഷൻസിനെ കുറിച്ച് സിദ്ധാന്തങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ആശയങ്ങളിൽ സ്വാംശീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സമ്പൂർണ്ണമായ ചിത്രം രചിക്കാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരുന്നത്. ഐൻസ്റ്റൈനെ പോലെ തന്നെ അദ്ദേഹത്തിന്റെയും സ്വപ്നമായിട്ട് ഈ സർവ്വതിന്റെയും സിദ്ധാന്തം, തിയറി ഓഫ് എവറിത്തിങ് അവശേഷിക്കുന്നു. ഇനിയും ഹോക്കിങ്ങിനെ പോലുള്ള മഹാമസ്തിഷ്കത്തിന് ഉടമകൾക്ക് മാത്രമേ ആ ഒരു തിയറി ഓഫ് എവറിത്തിങ് യാഥാർത്ഥ്യമാക്കാൻ കഴിയുകയുള്ളൂ. ശ്രീ രാജഗോപാൽ കമ്മത്ത്, ശാസ്ത്രജ്ഞൻ ജി മാധവൻ നായർ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ജി മാധവൻ നായർ, ഏത് രീതിയിലായിരിക്കും വരുന്ന ആളുകളിൽ ശാസ്ത്രലോകം സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന അത്ഭുത പ്രതിഭയെ ഓർമ്മിക്കുക? തീർച്ചയായിട്ടും അദ്ദേഹം അമാനുഷികമായിട്ടുള്ള കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ശാരീരിക പരാധീനങ്ങൾ എല്ലാം വെല്ലുവിളി നേരിട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇമാജിനേഷൻ, ബ്രെയിനിന്റെ പവറും ഒന്നുകൊണ്ട് മാത്രമാണ് പുതിയ പല ആശയങ്ങൾക്കും രൂപം കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഐൻസ്റ്റീന്റെ സിദ്ധാന്തങ്ങളെ അടിസ്ഥാനമാക്കി വീണ്ടും അതിന്റെ ഉപരിയായിട്ട് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളതിനെ പറ്റി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നതാണ്. പ്രപഞ്ച ഉൽപ്പത്തിയെ പറ്റിയും ഇന്നുള്ള നിലനിൽപ്പിന്റെ കാരണങ്ങളെ പറ്റിയും ഒക്കെ നമുക്ക് ഇന്നും കിട്ടാത്ത പല ഉത്തരങ്ങളുമുണ്ട്. അതിന് ഒരു തരത്തിലെങ്കിലും അദ്ദേഹത്തിന് ഉത്തരം തരാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്ന ഇതാണ്. ഇത് ഒരു വ്യത്യസ്ത ചിന്താഗതി ഒന്നുകൊണ്ട് മാത്രം നേടാൻ കഴിയുന്ന ഇതാണ്. അങ്ങനെ നോക്കുമ്പോൾ യുവതലമുറയ്ക്ക് ഒരു മാതൃകാ പുരുഷനായിട്ട് ഉള്ള ഒരു ശാസ്ത്രജ്ഞനാണെന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ കഴിയും. അദ്ദേഹം മനുഷ്യരാശിക്ക് തന്നിട്ടുള്ള ഈ അറിവ് അത് ലബോറട്ടറി മാത്രം ഉൾക്കൊള്ളാനല്ല, സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കാനും കൂടി കഴിഞ്ഞുള്ളത് അദ്ദേഹത്തിന്റെ നേട്ടമാണെന്ന് തന്നെ പറയാം. ഇതിലൊക്കെ ഉപരിയായിട്ട് ഈ പ്രപഞ്ചം ഒരു നിശ്ചിത നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും എന്നുള്ള വിശ്വാസം അദ്ദേഹം വച്ചുപുലർത്തിയിരുന്നു. ആ സിദ്ധാന്തം, ആ യൂണിഫൈഡ് തിയറി എന്താണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഇന്നും കഴിഞ്ഞിട്ടില്ലെന്ന് തന്നെ പറയാം. അതിനുള്ള ശ്രമങ്ങൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് വഴികാട്ടിയായിട്ട് മാറുമെന്നും നിശ്ചയമുണ്ട്. എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് ഒരു കാലത്ത് അദ്ദേഹം ഈശ്വരൻ ഇല്ല എന്നുള്ളൊരു ചിന്തഗതിയിലേക്ക് വന്നു. പക്ഷെ പിൽക്കാലത്ത് അദ്ദേഹം ഇതൊക്കെ മറികടന്നിട്ട് ഒരു സ്രഷ്ടാവ് ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു നിയമാവലിയും അതാണ് ശ്രീ ജി മാധവൻ നായർ. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പഴയകാല സിദ്ധാന്തങ്ങളെ മറികടന്നുകൊണ്ടുള്ള സിദ്ധാന്തങ്ങളിലേക്ക് പിന്നീട് എത്തുകയുണ്ടായി. താങ്കൾക്ക് ഓർമ്മയുണ്ടാവും തോന്നുന്നു, ഒരു 1.5 മാസം മുൻപ് ഒരു കോൺസ്പിറസി തിയറി പ്രകാരം സ്റ്റീഫൻ ഹോക്കിംഗ് മുൻപ് തന്നെ ഇരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന രീതിയിലുള്ള തിയറി ആ സമയത്ത് വരികയും ചെയ്തിരുന്നു. എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് കൂടി ചിന്തിച്ചിട്ടുണ്ടോ ശ്രീ ജി മാധവൻ നായർ? ഞാനത് അത്ര കാര്യമായിട്ട് അതിനെപ്പറ്റി വായിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ഏറ്റവും തോന്നിയത് അദ്ദേഹം ഒരിക്കലും അപ്പോൾ ഉള്ള അറിവിനെ കൊണ്ട് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. എപ്പോഴുമുള്ള ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഇല്ലാതെ വരുമ്പോൾ അതിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരികയും ആ ചോദ്യങ്ങൾക്ക് ലോജിക്കലായിട്ടുള്ള ഉത്തരം കണ്ടുപിടിക്കാനുള്ള ഒരു രീതിയാണ് അദ്ദേഹം അവലംബിച്ചത്. അപ്പോൾ തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ തെറ്റ് തിരുത്താൻ അദ്ദേഹം ഒരിക്കലും മടിച്ചിരുന്നില്ല. നമുക്കറിയാം അദ്ദേഹത്തിന്റെ വളരെ അതിന് അവസാന കാലങ്ങളിൽ സംസാരിക്കാൻ കഴിയില്ല, എഴുതാൻ കഴിയില്ല, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ ബ്രെയിൻ വളരെ സൂപ്പർ ആക്റ്റീവ് ആണെന്ന് തന്നെ പറയാം. അതിന്റെ ഫലമായിട്ടാണ് ഇത്തരം തിരുത്തലുകൾ വന്നതും തീർച്ചയായിട്ടും ആ മനുഷ്യൻ ഇനിയും വളരെയേറെ കാലം ജീവിച്ചിരിക്കേണ്ടതായിരുന്നു. അതുവഴി നമുക്ക് തീരാ നഷ്ടമാണെന്നുണ്ടായിട്ടുള്ളത്. റൈറ്റ്, വളരെ നന്ദി ശ്രീ ജി മാധവൻ നായർ. പ്രതികരിച്ചതിന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജി കെ പാപ്പുട്ടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ പാപ്പുട്ടി, വീൽചെയറിലിരുന്ന് ജീവിതം നയിച്ച ഹോക്കിംഗ് കീഴടക്കാൻ കഴിയാത്ത ഒരു പ്രജ്ഞയുടെ ചിഹ്നം കൂടിയാണ് ലോകത്തിന് മുന്നിൽ. ലോകം തന്നെ എങ്ങനെ ആണ് അദ്ദേഹത്തെ സ്മരിക്കേണ്ടത്? ലോകം അദ്ദേഹത്തെ സ്മരിക്കുന്നത് എല്ലാ കാലത്തും പുതിയ വളരെ വിചിത്രമെന്ന് തോന്നാവുന്ന ആശയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഫിസിക്സിനും
ജ്യോതിശാസ്ത്രത്തിന് നടത്തിയ കോൺട്രിബ്യൂഷൻസ് വഴിയാണ്. ഒട്ടും തന്നെ ചലനശേഷി ഇല്ലാഞ്ഞിട്ടും ഒരു തലച്ചോറ് മാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പോലും അദ്ദേഹം അന്ധമായ വിശ്വാസങ്ങൾക്കൊന്നും കീഴടങ്ങാതെ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അദ്ദേഹം ഒരു ദൈവവിശ്വാസി ഏതോ ഘട്ടത്തിലായി എന്നുള്ളൊരു സൂചന നൽകിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അദ്ദേഹം എല്ലാ കാലത്തും അത്തരം അതിഭൗതിക ശക്തികളെ ചോദ്യം ചെയ്തിരുന്ന വ്യക്തിയാണ്. പ്രപഞ്ചം ചലിക്കുന്ന ഒരു ചില നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് എന്ന് ഉറച്ചു വിശ്വസിച്ച ഒരാളാണ് അദ്ദേഹം. ആ നിയമങ്ങളെ കണ്ടെത്താനുള്ള ശ്രമമാണ് അദ്ദേഹം ഇന്ന് നടത്തിക്കൊണ്ടിരുന്നത്. പ്രപഞ്ച ഉൽപ്പത്തിയെ സംബന്ധിച്ചുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് ബ്ലാക്ക് ഹോളുകളെ സംബന്ധിച്ചാണ്. തമോഗർത്തങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അവയുടെ അവസ്ഥ എന്താണ്, ഉണ്ടായിക്കഴിഞ്ഞാൽ അവയ്ക്ക് പിന്നീട് എന്ത് സംഭവിക്കും എന്നുള്ള പിന്നീട് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം അഭിപ്രായം മാറ്റി പറഞ്ഞിട്ടുണ്ട്. ആദ്യം അവ അനന്തകാലത്തേക്ക് അതേ അവസ്ഥയിൽ നിൽക്കും, അവയ്ക്ക് നാശം ഉണ്ടാവില്ല എന്ന് പറയുകയും പിന്നീട് അത് തിരുത്തി വേപ്പറൈസേഷൻ അദ്ദേഹത്തെ ഗണിതത്തിലൂടെ എത്തിയ ആശയമാണ്. അത് അദ്ദേഹം സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എവാപ്പറേഷൻ വഴി ഒരു ബ്ലാക്ക് ഹോൾ ക്രമേണ ഇല്ലാതാകാം എന്ന സിദ്ധാന്തം അവതരിപ്പിച്ചു. അത് ഒരു വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടാണ് തോന്നിയതെങ്കിലും യഥാർത്ഥത്തിൽ അത് ഗണിതത്തിലൂടെ എത്തിയ ഒരു ആശയം മാത്രമായിരുന്നു. എന്നും പുതിയ പുതിയ ആശയങ്ങൾ, ഈ പ്രപഞ്ചത്തിൽ അനേകം നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഗ്രഹങ്ങളുണ്ടെന്നും അവിടെയൊക്കെ ജീവൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഒക്കെ അദ്ദേഹം പറയുമ്പോൾ അത് അദ്ദേഹമാണ് പറഞ്ഞതെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ ലോകം വളരെയേറെ ശ്രദ്ധയോടെ അതൊക്കെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അതുകൂടാതെ നമ്മുടെ ഭൂമിയുടെ ജീവിതം അങ്ങനെ ശാശ്വതമാകണമെന്നില്ല. ഏതെങ്കിലും പ്രപഞ്ചത്തിൽ ഒഴുകി നടക്കുന്ന വസ്തുക്കൾ നമ്മുടെ ഭൂമിയെ വന്ന് ഇടിച്ചാൽ ഭൂമിയിലെ ജീവൻ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മറ്റൊരിടം കൂടി പാർക്കാൻ പറ്റിയ ഒരിടം കൂടി മനുഷ്യരാശി കണ്ടെത്തേണ്ടതുണ്ട് എന്ന് പേർത്തും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷെ ഇതിലൊക്കെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം മനുഷ്യരാശിക്ക് നൽകിയ ഒരു പ്രതീക്ഷയുടെ സ്വരമാണ്. ഇത്ര വയ്യാതായിട്ടും പ്രതീക്ഷ കൈവിടാതെ ശാസ്ത്രത്തെ പിന്തുടരുന്ന ഒരു വ്യക്തി, അതിൽ പുതിയ പുതിയ ആശയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് എന്നും ശാസ്ത്രജ്ഞർക്കും ശാസ്ത്ര വിദ്യാർത്ഥികൾക്കും ഒക്കെ പ്രചോദനമായിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ നഷ്ടം തീർച്ചയായിട്ടും ഭൗതിക ലോകത്തിന് ഒരു വലിയ നഷ്ടം തന്നെയാണ്. വളരെ നന്ദി ശ്രീ കെ പാപ്പുട്ടി. ശാസ്ത്ര ഗവേഷക സംഗീത ശേനംപുലിയും നമുക്കൊപ്പം ചേരുന്നു. ശ്രീമതി സംഗീത, അദ്ദേഹം കൊണ്ടുവന്ന സിദ്ധാന്തങ്ങൾക്കപ്പുറത്തേക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നത് എന്ന ഒരു വലിയ പഠനമായിരിക്കില്ല ഇനി ശാസ്ത്ര ലോകം നടത്തുക. അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തെക്കുറിച്ച് വിശദമായ പഠനം നടത്തണമെന്നുള്ള തീരുമാനങ്ങളിലേക്ക് ശാസ്ത്രലോകം കടക്കുകയും ചെയ്യുന്നു. അതെ, തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ജീവിതം വലിയൊരു അത്ഭുതം തന്നെയാണ് ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ഇതിന്റെ ഫിസിക്സ് സംബന്ധമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, പാപ്പുട്ടി മാഷ് അത് കൃത്യമായിട്ട് വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ശാസ്ത്രലോകത്തെ ഏറ്റവും പോപ്പുലർ ആയ ഒരു വ്യക്തിത്വമാണ് ശരിക്കും അസ്തമിച്ചു പോകുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് ഗവേഷണശാലകൾക്കകത്ത് നിന്ന് നിർമ്മിക്കപ്പെട്ട അറിവിനെ പൊതുസമൂഹത്തിലേക്ക് ചർച്ചയ്ക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഹോക്കിൻസിനെ ഏറ്റവും വ്യത്യസ്തനാക്കുന്നത്. പ്രപഞ്ച വികാസത്തെയും പരിണാമത്തെയും കുറിച്ചുള്ള ചർച്ചകളെ അദ്ദേഹം എപ്പോഴും സജീവമാക്കി തന്നെ നിർത്തി. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ലോകത്ത് വായിക്കപ്പെട്ട ശാസ്ത്ര പുസ്തകം അദ്ദേഹത്തിന്റെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ആയിരിക്കും. ഏതാണ്ട് 10 ലക്ഷത്തിലധികം കോപ്പികൾ അച്ചടിക്കപ്പെടുകയും 40-ലധികം ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുകയും ചെയ്തൊരു പുസ്തകമാണ്. 21-ാം വയസ്സിലാണ് അദ്ദേഹത്തിന് ഈ മോട്ടോർ ന്യൂറോൺ ഡിസീസ് ബാധിക്കുന്നത്. അതിനുശേഷം 55 വർഷത്തോളം അദ്ദേഹം തുടർന്ന് ജീവിച്ചു എന്ന് മാത്രമല്ല ശാസ്ത്ര ഗവേഷണ മേഖലയിൽ ശക്തമായി തന്നെ ഇടപെടുകയും അത് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. മാത്രമല്ല സാമൂഹ്യ പ്രസക്തമായ ഒരുപാട് കാര്യങ്ങളിൽ മതവും ജീവിതവും ദൈവവും സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ നിരന്തരം ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവന്നു. ഒരുപാട് ഗവേഷകർക്ക് ലോകമെമ്പാടും പ്രചോദനം നൽകുകയൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് അദ്ദേഹം നമ്മിലേക്ക് എത്തിയത് ഏറ്റവും നൂതനമായ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. വിരലനക്കങ്ങളെയും കണ്ണിമയുടെ അനക്കങ്ങളെയും കൂടി ടെക്സ്റ്റാക്കി മാറ്റാനുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ചിന്തകളെ വായിച്ചെടുത്തത്. അപ്പൊ അത് മനുഷ്യ മസ്തിഷ്കത്തിന് എത്രത്തോളം പോകാൻ പറ്റും എന്നുള്ളതിന്റെയും ശാസ്ത്രത്തിന് എത്രത്തോളം അതിൽ ഇടപെടാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. മനുഷ്യ മസ്തിഷ്കത്തിന്റെ അപാര സാധ്യതകളെ തന്നെയാണ് ഹോക്കിൻസിന്റെ ജീവിതം കാണിച്ചു തരുന്നത്. നോബലൊഴികെ ശാസ്ത്രലോകത്ത് നേടാനാകാവുന്ന എല്ലാ പുരസ്കാരങ്ങളും നേടിയിട്ടാണ് ഹോക്കിൻസ് യാത്രയാവുന്നത്. ഏതായാലും ശാസ്ത്രലോകത്ത് മാത്രമല്ല ശാസ്ത്രലോകത്തിന് പുറത്തുള്ള ഒരുപാട് പേർക്ക് ഹോക്കിൻസ്
റൈറ്റ്. വളരെ നന്ദി സംഗീത ചേനമ്പുള്ളി പ്രതികരിച്ചതിന്. ശാസ്ത്ര നിരീക്ഷകൻ ശ്രീ കേശവൻ നായർ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ പി കേശവൻ നായർ, 2.5 വർഷം മാത്രം ആയുസുണ്ട് എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം മോട്ടോർ ന്യൂറോൺ ഡിസീസുമായി പിന്നീട് 55 വർഷത്തിലേറെ ജീവിച്ച ഒരാൾ, ഇതിനകത്ത് ഇനി ശാസ്ത്രലോകം കണ്ടെത്താൻ പോകുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ആ പ്രതിഭയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങളായിരിക്കുമോ? അത്തരം ഒരു കോൺസ്പിറസി ബാക്കി വെച്ചുകൊണ്ടുകൂടിയാണോ സ്റ്റീഫൻ ഹോക്കിംഗ് ഓർമ്മയാകുന്നത്? അസാധാരണമായ പ്രതിഭാസനായിരുന്നു അദ്ദേഹം. വിശിഷ്യ ശാസ്ത്ര സാഹിത്യ രംഗത്ത് അദ്ദേഹത്തെ വെല്ലാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല. പല പ്രപഞ്ച രഹസ്യങ്ങളും അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഏറ്റവും അധികം ശ്രദ്ധിച്ചിരുന്നത് ക്വാണ്ടം ഫിസിക്സും റിലേറ്റിവിസ്റ്റിക് ഫിസിക്സും സമന്വയിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അതുപോലെ തന്നെ തിയറി ഓഫ് എവരിത്തിങ് കണ്ടെത്താൻ കഴിയുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. അങ്ങനെ അദ്ദേഹത്തിന്റെ കൃതികളായ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈമിലും യൂണിവേഴ്സിന്റെ നട്ട്ഷെല്ലും ബ്ലാക്ക് ഹോൾസ് ആൻഡ് ദി ബേബി യൂണിവേഴ്സസ് എന്ന് പറയുന്ന കൃതികളിലും എല്ലാം അദ്ദേഹം ഓരോ പുതിയ ശാസ്ത്ര രഹസ്യങ്ങൾ വെളിപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഈ പ്രപഞ്ചം ഉണ്ടായത് എങ്ങനെയാണ്, അതിന്റെ തുടക്കം കുറിച്ചത് എന്താണ്, സമയം എല്ലായ്പ്പോഴും മുന്നോട്ടാണോ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, ഈ പ്രപഞ്ചത്തിനൊരു അറ്റമുണ്ടോ, പ്രപഞ്ചത്തിന്റെ അന്ത്യം എന്തായിരിക്കും, ഇത് വിസ്മയകരമായ ഇത്തരം പ്രപഞ്ച രഹസ്യങ്ങളിലൂടെയാണ് അദ്ദേഹം പര്യവേഷണം നടത്തിയത്. 20ാം നൂറ്റാണ്ടിലെ മഹാപ്രതിയുള്ള ഒരാളായ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പ്രപഞ്ചത്തിന്റെ അത്യഗാധകളിലേക്ക് ആഴ്ന്നിറങ്ങുവാനുള്ള മനുഷ്യ മനസ്സിന്റെ ശേഷിയുടെ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ മനസ്സ്. അത് നക്ഷത്രങ്ങളിൽ നിന്ന് ഗാലക്സികളിലേക്കും അണുവിനുള്ളിലെ കണങ്ങളിൽ നിന്ന് ചെറുകണങ്ങളിൽ പാർട്ടിക്കിളിലേക്കും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹോക്കിംഗ് ആവിഷ്കരിച്ച ഭൗതിക ശാസ്ത്ര സിദ്ധാന്തങ്ങളും ഗണിത സമീകരണങ്ങളും ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചുപറ്റി എയിംസിന് ശേഷം ലോകം കണ്ടുള്ള ഏറ്റവും വലിയ ഭൗതിക ശാസ്ത്രജ്ഞനായ ഹോക്കിങ്ങിന്റെ കാഴ്ചപ്പാടുകൾ ലോകം നിലനിൽക്കുന്നിടത്തോളം. റൈറ്റ്. പി കേശവൻ നായർ പ്രതികരിച്ചത് വളരെ നന്ദി സാർ. കിരൺ ബാബു നമുക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ ഇത് വീണ്ടും ചേരുന്നു. ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ശാസ്ത്ര പ്രതിഭ ഇല്ലാതാകുമ്പോൾ ഏത് രീതിയിലാണ് ശാസ്ത്രലോകം അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത് ഈ അവസരത്തിൽ? അപർണ, നേരത്തെ ജി മാധവൻ നായർ പറഞ്ഞ അദ്ദേഹം അവസാനം അവിശ്വാസിയായിരുന്നു, അദ്ദേഹം ഈശ്വരവിശ്വാസത്തിലേക്ക് പോയി എന്നതിൻ്റെ വാദത്തെ എതിർത്തുകൊണ്ട് ശ്രീ പാപ്പുട്ടി ചില വിശദീകരണം നൽകിയിരുന്നു. അതിന് ഒരു ചെറിയ വിശദീകരണം കൂടി നൽകിയിട്ട് നമുക്ക് പോകാം. അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിലെ വരികൾ തന്നെ വായിക്കാം. ബ്ലാക്ക് ഹോൾസ് ആൻഡ് ദി ബേബി യൂണിവേഴ്സ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശമുണ്ട്. അദ്ദേഹം പറയുന്നത് അതിപ്രകാരം പ്രപഞ്ചോൽപത്തി എന്ന പ്രശ്നം പഴയൊരു ചോദ്യം പോലെയാണ്. ആദ്യമുണ്ടായത് കോഴിയാണോ മുട്ടയാണോ? മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഏത് ശക്തിയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? ആരാണ് ആ ശക്തിയെ സൃഷ്ടിച്ചത്? ഒരുപക്ഷെ പ്രപഞ്ചവും പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ശക്തിയും എക്കാലത്തും നിലനിന്നിരിക്കാം, ഒരു സൃഷ്ടാവിൻ്റെ തന്നെ ആവശ്യമില്ലാതെ. അപ്പോൾ ഈശ്വരവിശ്വാസത്തിലേക്ക് അദ്ദേഹം പോയി എന്നുള്ള തലത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് ഇവിടെയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ അതിന് വ്യക്തമായ വിശദീകരണം നൽകിയിട്ടുണ്ട്. അവസാന വരി തന്നെ ഇങ്ങനെയാണ്: ഒരു സൃഷ്ടാവിൻ്റെ തന്നെ ആവശ്യമില്ലാതെ ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ശക്തിയും നിലനിന്നിരിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മുഴുവൻ സാമൂഹ്യ വീക്ഷണവും എപ്പോഴും ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ വീക്ഷണങ്ങൾ പോപ്പുലർ സയൻസ് കഴിഞ്ഞ നൂറ്റാണ്ടിനെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് സെല്ലറായ പുസ്തകങ്ങൾ പോയിരുന്ന ഏറ്റവും വിൽക്കപ്പെടുന്ന ഒരു ശാഖ കൂടിയായിരുന്നു. പോപ്പുലർ സയൻസിൻ്റെ ഇതിൽ എഴുതിയിരുന്ന പല പ്രശസ്തരായ ആളുകളും ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വിറ്റുപോയ പലരുടെയും കൃതികളിൽ ശാസ്ത്രത്തിനൊപ്പം ജനപ്രിയമായ ഒട്ടേറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ ജനത്തിന് കൂടുതൽ രസിക്കുന്ന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി, അല്പം ശാസ്ത്രത്തിന് ചേരാത്ത വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തിയ പുസ്തകങ്ങൾ
വാചകങ്ങളാണ് പലതും വിറ്റുപോയത്. എന്നാൽ അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായി ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിലേക്ക് ശാസ്ത്ര സത്യങ്ങളെ വിശദീകരിക്കുമ്പോഴും ശാസ്ത്രലോകത്തോടൊപ്പം തന്നെ സാധാരണക്കാരുടെ ചിന്തകളിലും അത്ഭുതം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അവർക്ക് പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക്, അവരുടെ ചിന്തകളെ പ്രകോപിക്കുന്ന രീതിയിലേക്ക് അവതരിപ്പിക്കുമ്പോഴും അദ്ദേഹം ശാസ്ത്ര സത്യങ്ങളിൽ എവിടെയും വെള്ളം ചേർക്കാൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, തന്റെ വിശദീകരണങ്ങൾക്ക് ഓരോ കാലത്തും അദ്ദേഹം നിലപാടുകൾ മാറ്റിയിട്ടുണ്ടെങ്കിലും ഓരോ കാലത്തും അദ്ദേഹം അവതരിപ്പിക്കുന്ന നിലപാടുകൾക്ക്, ശാസ്ത്ര സത്യങ്ങൾക്ക് കൃത്യമായ ലോജിക്കുകളിലൂടെ എന്തുകൊണ്ടാണ് താൻ ഈ നിലപാടിലേക്ക് എത്തുന്നത് എന്നുള്ളത് കൂടി വിശദീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. കിരൺ ബാബു ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെ വിസ്മയിപ്പിച്ച വിഖ്യാത ഭൗതിക ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ് ഓർമ്മയായി.